ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. കുറേ കാലത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാംഗ്ലൂരുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ബേബി, വേദു, ശിവ എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ എണീറ്റ് കുറച്ച് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി. അപ്പോൾ അവിടെ ഇഷ്ടംമാതിരി മയിലാണ് കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് സൗണ്ട് കേൾക്കുക മയിലിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കണം കേട്ടോ. അതാ ഞാൻ സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് താഴെ കേട്ടോ പാർക്ക് ചെയ്യുക. അപ്പോൾ അതാ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വേദു കണ്ടത്. ഞങ്ങൾ ഇവിടെയാണ് കിടക്കണത്. ബെഡിലല്ല കിടക്കുക, താഴത്താ കിടക്കുക. കാരണം കാറ്റ് കൂടുതൽ താഴത്തേക്കാണ് കിട്ടുക. അപ്പോൾ വേദു നല്ല ഉറക്കാണ്. ഇവിടെ വന്ന ശേഷം റുട്ടീനൊക്കെ ഫുൾ മാറി കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഇത് വെള്ളിയാഴ്ചത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ശനിയാഴ്ചയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ശനിയാഴ്ച മുക്കും ഇടുക. അപ്പോൾ ചായ അതാ ചപ്പാത്തിക്കുള്ളത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഒരു നേരമായിട്ട് ഇങ്ങനെ പോവും രാവിലെ. പിന്നെ അതാ കളി കാണുന്നുണ്ടായിരുന്നു അവിടെ. തലേ ദിവസം കളി കഴിഞ്ഞതാണ്. നമ്മുടെ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചല്ലോ, ആ കളിയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശരണ്യ ചപ്പാത്തി പരത്തി ഞാൻ ചുട്ടെടുത്തു. ഓരോരുത്തരും ഓരോ പണിയിലായിട്ട് ഇങ്ങനെ ഇതാവുക. നേരം പോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി പണിയും അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇവിടെ വന്ന ശേഷം വേദും ബേബിയൊക്കെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നതും ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നതും. വേറെ ഒന്നുമല്ല, കളിക്കുകയാണ്. ഫുൾ ടൈം കളിയാണ് കേട്ടോ. പിന്നെ ഇപ്പം 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഞങ്ങൾ 2 ദിവസം കൂടിയേ ഉള്ളൂ. കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് പോവും. പിന്നെ നാട്ടിൽ തന്നെയാണല്ലോ. ഇപ്പം നാട്ടിലേക്ക് പോകാനുള്ളൊരു ഇതിൽ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ട് വന്നപ്പോൾ വേദു എണീറ്റു കേട്ടോ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സ്നേഹപ്രകടനമാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബേബി എഴുന്നേൽക്കുന്നത്. ബേബി ഇതാ പല്ല് തേക്കുന്നു. നമ്മൾ വന്ന് കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി ഒക്കെ കാണും കേട്ടോ, മറ്റേ ഉപ്പും മുളകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവരുടെ പല്ലേപ്പും അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. വേദുവിന് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ അവരുടെ കളിയിൽ ഏർപ്പെടും. ഇതങ്ങനത്തെ ഒരു റിങ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കറക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ഏർപ്പെടും കേട്ടോ. അങ്ങനെ ബേബിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബേബി ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാനന്ന് പുറത്ത് പോയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിലേക്ക്, മാമയുടെ ഫോണിൽ നിന്ന് ഇത് ആഡ് ചെയ്യണമെന്ന്. ആ വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അതെൻ്റെ ഗാലറിയിൽ കാണുന്നില്ല. വാട്സപ്പിലാണ് അയച്ചത്. ഗാലറിയിൽ മീഡിയാസൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇവർ പോളിയോ കൊടുക്കാൻ പോയിട്ട് ശിവയ്ക്ക് ശരണ്യയും കുട്ടിയും ചെല്ലിനും കൂട്ടിയിട്ട് പോളിയോ കൊടുക്കാൻ പോയി. അപ്പോൾ തിരിച്ച് വരികയാണ് അവർ. പാല് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അവർ പോണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വരുന്ന വീഡിയോ ആണിത്. പക്ഷേ പോളിയോ കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തോ ഉണ്ടായില്ല എന്നോ കഴിഞ്ഞു അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ എന്നിട്ട് പിന്നെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കാർഡ് ഗെയിംസും അതുപോലെ തന്നെ ആൽഫബറ്റ് ഗെയിംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ശിവയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവർ ബേബിയും മാമയും കൂടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അതിൽ ചില സാധനങ്ങളൊന്നും കാണാനില്ല. അതൊക്കെ തിരയുകയാണ് കേട്ടോ, എവിടെയാണെന്നൊക്കെ നോക്കുകയാണ്. കാരണം ഇവരിങ്ങനെ ഓരോന്നും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും. അത് ഇവരുടെ പണിയാണ് കേട്ടോ. പിറക്കി വെക്കലാണ് ബാക്കിയുള്ളവരുടെ പണി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവർ കുളിച്ചു കേട്ടോ. കുട്ടികളുടെ കുളി കഴിഞ്ഞു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേദുവിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മാഗി കണ്ടു. അപ്പോൾ ഇവർ വിചാരിച്ചു നല്ല മാഗിയാണെന്ന്. അപ്പോൾ ചരണ്യെ പറഞ്ഞു മാഗി അത്ര നല്ല മാഗി അല്ല എന്ന് പറഞ്ഞു കേട്ടോ. അതാ ഇങ്ങനത്തെ ഒരു എന്താ മില്ലറ്റിൻ്റെ ഒരു നൂഡിൽസ് കേട്ടോ, മൈദ അങ്ങനെയൊക്കെ ഉള്ളെന്തോ സംഭവം. അസ്ഥിതി നന്നല്ലാത്തൊരു മാഗി ആയിരുന്നു. പക്ഷേ വേദു കഴിച്ചു കേട്ടോ. ബേബി കഴിച്ചില്ല. വേദു ശിവയും കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ശിവയുടെ ഡ്രസ്സാണ് കേട്ടോ. അവൾ മാറ്റി കൊടുത്തതാണ് വേദുവിനെ. ഇത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വേദുവിന് അങ്ങനെ ഒരു അസുഖം തുടങ്ങിയിട്ട്. പിന്നെ ചോറുണ്ടയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, മറന്നു ഞാൻ. അപ്പോൾ ബേബിയെ പറഞ്ഞ അമ്മ എടുത്തില്ലല്ലോ എന്ന്. ഇതൊക്കെ ഉറങ്ങി എണീറ്റിട്ടോ. ഉച്ചയ്ക്ക് എപ്പോഴും വിരനെ ഉറക്കും കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം കളിക്കാൻ പോണതല്ല. കാരണം ക്ഷീണാവണ്ട വെച്ചിട്ട് എന്നും ഇവരെ പിടിച്ച് കിടത്തി ഉറക്കും. അതൊരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വൈകുന്നേരം എണീറ്റിട്ട് ചായയും അതുപോലെ തന്നെ എന്തോ കടിക്കുക, അങ്ങനെ കറുമുറു എന്തോ ഒരു സാധനം. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മറ്റേ അണ്ടിപ്പരിപ്പിൻ്റെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 5:30 ആയപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവരുടെ ഡെയിലി റുട്ടീനാണ് ഇപ്പോൾ താഴത്ത് പോയി കളിക്കുക എന്നുള്ളത്. അവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അത് അവിടെ കുറേ കറ്റാർ വഴി അങ്ങനത്തെ അവരുടെ ഓരോ ഫ്ലാറ്റുകാരിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 5:30ക്ക് കളിക്കാൻ തുടങ്ങി. പിന്നെ അച്ചമ്മ വന്നിട്ട് ഇവർ കയറുള്ളൂ കേട്ടോ. അച്ചമ്മയും അതുപോലെ തന്നെ ശിവയുടെ അച്ഛനും വരും. അവർ സ്കൂട്ടിയിലാണ് വരിക. അപ്പോൾ അവർ വന്നിട്ടാണ് ഞങ്ങൾ കയറാറ് മുകളിലേക്ക്. അപ്പോൾ അതുവരെ അങ്ങനെ കളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ രീതികളാണ് കേട്ടോ ഞാൻ പറയുന്നത്.
നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നല്ല. ഇവരെങ്ങനെയാണെങ്കിൽ ഇവർ അവരുടെ കാര്യം വേറെ കുട്ടികൾ എന്നെ മൈൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരെന്നെ കളിക്കാൻ വിളിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അവർ ഒറ്റയ്ക്ക് കളിക്കുക. പിന്നെ ശിവ അവിടെ ഓൾറെഡി ഉള്ള ആളായതുകൊണ്ട് അവളോട് കുഴപ്പമില്ല. കാരണം അവളെന്നെ കൂട്ടും അതൊക്കെ ചെയ്യും. പക്ഷേ വേദുവിനൊന്നും കൂട്ടില്ല കേട്ടോ. വേദുവിൻ്റെ രീതിയിൽ കളിക്കും. പിന്നെ വേദു ഈ ശിവയുടെ സൈക്കിളിനോട്ട് ഓടിക്കുന്നത്. അവനെ ഇപ്രാവശ്യം നാട്ടിൽ പോയി ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അവന് ഇത് പഠിക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ പഠിച്ചു കേട്ടോ. പിന്നെ അവിടെ തന്നെ പ്ലെയിൻ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ പ്ലെയിൻ കാണാം. അപ്പോൾ ഞങ്ങൾ സൂം ചെയ്തിട്ട് വെറുതെ എടുത്താൽ കേട്ടോ. ഇത് ബേബി ഏറ്റെടുത്ത വീഡിയോ ആണ്. പിന്നെ അവർ കുറേ നേരം ഇങ്ങനെ മണല്ലത് അവിടെ പണി നടക്കുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഈ ഫ്ലാങ്ങിൽ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഫ്ലാറ്റ് കയറി വരുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് അറിയാം ഇവിടുത്തെ ഫ്ലാറ്റ് പണിയൊക്കെ കഴിയണത്. ടപ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മണലും ഇതൊക്കെ കല്ലൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അതാണ് ഇവരിവിടെ സൂചിപ്പിന്നിട്ടിട്ട് കളി മേമയും കുട്ടിയും കൂടിയിട്ട് സൂചിപ്പിന്നിട്ടിട്ടുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേദും ശിവയും കൂടിയിട്ട് അവിടെ മണലിൽ തകൃതിയായി കളിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പാപ്പക്കുട്ടി. ഇവിടെ അടുത്തുള്ള വീട്ടിലെ കുട്ടി തന്നെയാണ് കേട്ടോ. പാപ്പക്കുട്ടിയായിട്ട് വേദു കുറച്ച് കമ്പനിയാണ് കേട്ടോ. കാരണം അണ്ണ വിളിച്ചിട്ട് വരും. അതുപോലെ തന്നെ അക്ക എന്ന് ബേബീനെയും വിളിക്കും കേട്ടോ. അപ്പോൾ അവൾ എന്നാൽ കൂട്ടൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ കുട്ടികൾ കളിക്കാനൊന്നും കൂട്ടില്ല. അവൾ അവളുടേതായ കളിയിൽ ഏർപ്പെടും. കുറേ മണലിൽ കളിക്കും, കുറേ കല്ലിൽ കളിക്കും, കുറേ അങ്ങോട്ട് ഓടും, കുറേ ഇങ്ങോട്ട് ഓടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മയും കൂടെ വരും. അവളുടെ അമ്മയ്ക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കാരണം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ നടക്കും കേട്ടോ. പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ എന്തായാലും കളിക്കാൻ ഒരു കുറച്ച് കുട്ടികളുള്ള കാരണം ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കും. പിന്നെ ഈ കുട്ടികളിത് ഈ പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ വാണിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചിലവരിൽ നിന്ന് ചീത്ത കേട്ടാലേ ഇവർ ഇറങ്ങുള്ളൂ. ഒരു ദിവസം ഇങ്ങനെ മണലിൽ കളിക്കുമ്പോൾ പണിക്കാർ പറഞ്ഞു കേട്ടോ, ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ ഇവർ വേഗം ഇറങ്ങി കേട്ടോ. ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ടുള്ള കളിയാണ്. പിന്നെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല. കാരണം ബാക്കിയുള്ള എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ കളിക്കുന്നത്. ഇതെന്താ വെച്ചതാ അച്ഛൻ വന്ന് നടന്നിട്ടാണ് വന്നത് കേട്ടോ. അന്ന് ജലീമാമ ഉണ്ടായില്ല, ലേറ്റ് ആവും പറഞ്ഞു. അപ്പോൾ അച്ഛമ്മേനെ കണ്ടപ്പോഴുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് അമ്മ ജോലി കഴിഞ്ഞിട്ട് വരികയാണ്. ഇതാണ് കേട്ടോ പാപ്പക്കുട്ടിയുടെ അമ്മ. ഞാൻ അച്ഛമ്മേനെ എടുത്തപ്പോൾ പെട്ടതാണ്. എന്താ പറയുക. അപ്പോൾ അവർ വന്നു, അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ വേദുവിന് അന്ന് ചുമ, അവന് ഓൾറെഡി ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ചു. ചുമ ഉണ്ട്, മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുമ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചുമ ഉണ്ട്. ഇങ്ങനെ കുത്തി ചുമയാണ്. അപ്പോൾ എന്നാൽ പോവാമെന്ന് വിചാരിച്ചു. ഇതാ മേല് കഴിക്കിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് സ്കൂട്ടിയിൽ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രിക്ക് അന്ന് ഉരുളൻകിഴങ്ങ് വറുക്കുകയാണ് കേട്ടോ അമ്മ. ഉരുളൻകിഴങ്ങാണ് രാത്രിക്ക്. അപ്പോൾ വേദുവിനോട് ഞാൻ പറഞ്ഞു വന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഭക്ഷണമൊക്കെ കഴിക്കൽ വളരെ കുറവാണ്. എന്താവോ വേറെ ഓരോ സാധനങ്ങൾ കഴിച്ചിട്ടതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോകുമ്പോൾ ബേബിയും മേമയും കൂടി ടാറ്റ തരികയാണ് കേട്ടോ. അപ്പോൾ ലീസ്റ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അത് തന്നു. പിന്നെ ഇത് അവിടെ ആൾക്കാർ നേരത്തെ പോയ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ഡോക്ടറാണ്. മാറുണ്ട്. വേദു ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു വട്ടം കഴിഞ്ഞല്ലോ ഇവിടെ വന്നപ്പോഴും ഈ ഡോക്ടറെയാണ് കാട്ടിയത് കേട്ടോ. ആദ്യത്തെ വട്ടം മാറാതെ നല്ല പനിയൊക്കെ ആയിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ പേടിച്ചു അഡ്മിറ്റ് ചെയ്യേണ്ടി വരേണ്ട ആവുമെന്ന്. പക്ഷെ മാറിയിട്ട് ഈ ഡോക്ടറെന്നെ കാട്ടിയിട്ട് ഇപ്പോഴും ഈ ഡോക്ടറെന്നെ കാട്ടുന്നത്. ഇവിടെയൊക്കെ ഡോക്ടർക്ക് കൺസൾട്ടേഷൻ ഫീസ് 300 രൂപയാണ് കൈസ്. നമ്മുടെ നാട്ടിലൊക്കെ 200 ആ റേഞ്ചിലല്ലേ കുട്ടികളുടെ വരുള്ളൂ. എന്താ പറയുക. അപ്പോൾ അതൊക്കെ കാട്ടി മരുന്ന് എഴുതി തന്നു. ഇതാണ് കേട്ടോ ഡോക്ടറുടെ പേര് ഗിരീഷ്. അമേരിക്കയിലൊക്കെ പഠിച്ച ഡോക്ടറാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു കടയിൽ കയറിയിട്ട് പിന്നെ ഇവരെ കടയിൽ കയറ്റിയൊരു ബുദ്ധിമുട്ടാണ്. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യം പോയി കേട്ടോ. അപ്പോൾ ഞാൻ വേദുവിനോട് പറഞ്ഞു നീ കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവൻ സമ്മതിച്ചൊന്നുമില്ല. അവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ജ്യൂസ് വാങ്ങാൻ വെച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ജ്യൂസ് വാങ്ങി പിന്നെ അത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വേഗം ഇറങ്ങി. ഞാൻ അവനെ കൊണ്ട് സ്കൂട്ടിയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് കോലുമിഠായി വാങ്ങിയിട്ടോ. കോലുമിഠായി കഴിക്കണതിൻ്റെ ഇടയിൽ പകുതി വെച്ചിട്ട് കോലുമിഠായി പോയി. അതങ്ങനെ. പിന്നെ ഇതാ ഇവിടെ മാങ്ങ കണ്ടപ്പോൾ ജെല്ലിയും കുറച്ച് മാങ്ങ വാങ്ങിയിട്ടോ. 1 കിലോന് 120 രൂപ. പിന്നെ വീട്ടിലെത്തി ചോറൊക്കെ ഉണ്ടു. അവൻ ഉണ്ടോന്നുമില്ല കേട്ടോ, കുറച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ കളിയിൽ ഏർപ്പെട്ടു. അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക. പിന്നെ രാത്രി ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ചീട്ട് കളിക്കും കേട്ടോ. സാധാ ചീട്ട് കളിയാണ് കേട്ടോ. അങ്ങനെ വെറുതെ കഴുത കളിക്കുക, പിന്നെ ജോഡിയാക്കുക, അങ്ങനത്തെ കളിയൊക്കെ കഴിക്കും. അപ്പോൾ അമ്മ മാങ്ങ മുറിച്ച് കൊണ്ടുവന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത മാങ്ങ, ചിലത് പുളിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ 11:45 മണിയായപ്പോൾ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഇത്രയാണ് കഴിച്ച് ഞങ്ങളുടെ ഒരു ദിവസം ഇവിടുത്തെ. അപ്പോൾ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലെത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിച്ച്.